ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത്. സോറി, ഒരുപാട് പേര് എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തിരക്കുകളിലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സോപ്പ് മേക്കിങ്ങിന് പറ്റിയ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് നമ്മുടെ മഞ്ചിഷ്ട പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സോപ്പ് ബേസുകളാണ് പിന്നെ മെയിനായിട്ടുള്ളത്. അതിൽ നമുക്ക് ഗ്ലിസറിൻ സോപ്പ് ബേസ് തന്നെ 2-3 ക്വാളിറ്റിയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പലരും പറയാറുണ്ട് വളരെ കുറഞ്ഞ ക്വാളിറ്റി വാങ്ങിക്കാറുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്, മീഡിയം ക്വാളിറ്റി വാങ്ങിക്കണവരുണ്ട്, ഹൈ ക്വാളിറ്റി വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാരാണ് നമ്മൾ പലപ്പോഴും വളരെ കുറഞ്ഞ ക്വാളിറ്റിക്ക് കൂടുതൽ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയം ക്വാളിറ്റി ആണെങ്കിലും അതേ ഹൈ ക്വാളിറ്റി എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വാളിറ്റിയിലാണ് വരുന്നത്. നമുക്ക് നോർമൽ ക്വാളിറ്റിയിലും വരുന്നുണ്ട്, ഹൈ ക്വാളിറ്റിയിലും വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഗ്ലിസറിൻ ബേസ് ഉണ്ട്, ഷിയ ബട്ടർ ബേസ് ഉണ്ട്, ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ റെഡ് വൈൻ്റെ ബേസ് ഉണ്ട്, അലോവേര ബേസ് ഉണ്ട്. ഇതിപ്പോൾ മിൻറ്റിൻ്റെ ബേസാണ്. അതേപോലെ കുങ്കുമാതി ബേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇത് കുങ്കുമാതി ബേസാണ്. ഇത് നമുക്ക് ലാക്ടോ കലാമിൻ സോപ്പ് ബേസാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഗോൾഡൻ ബേസ് വരുന്നുണ്ട്, പപ്പായ ബേസ്, റോസിൻ്റെ ഒക്കെ ബേസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടിയതുണ്ട്, ഡബിൾ ഹൈ ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറേ പേര് സോപ്പി ഡിസ്റ്റിൻ്റെ ഒക്കെ സോപ്പ് ബേസ് വാങ്ങിക്കാറുണ്ടല്ലോ, ആ സെയിം ക്വാളിറ്റിയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ ആയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണ നോർമൽ സോപ്പ് ബേസ് ഉണ്ട്, നോർമലിനേക്കാളും കുറഞ്ഞത് ലോ ക്വാളിറ്റിയിൽ വരുന്നതിൽ ചേർക്കുന്നതിനേക്കാളും ഇരട്ടി നമുക്ക് നോർമൽ സോപ്പ് ബേസിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡബിൾ നമുക്ക് ഡബിൾ ഹൈ ക്വാളിറ്റിയിലും ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമുക്ക് അലോവേര ബേസാണ്. അലോവേര, കുക്കമ്പർ, അതേപോലെ തന്നെ പപ്പായ, മാംഗോ, ഇങ്ങനെയുള്ള ബേസുകളൊക്കെ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ ഗോൾഡൻ ബേസ് ഉണ്ട്, അതായത് ഫേഷ്യൽ ബാർ ഉണ്ടാക്കാനായിട്ട്. ട്രിപ്പിൾ ബട്ടർ, നമ്മൾ ഷിയ ബട്ടർ അതേപോലെ അങ്ങനെയൊക്കെ അല്ലേ കേട്ടിട്ടുള്ളത്. നമുക്ക് ഷിയ ബട്ടർ, മാംഗോ ബട്ടർ, കൊക്കോ ബട്ടർ, ഇത് 3 കൂടി അടങ്ങിയിട്ടുള്ളതാണ് ട്രിപ്പിൾ ബട്ടർ കേട്ടോ. ഇതിൽ ഇതേപോലെ തന്നെ നമുക്ക് റോസ് സ്പെഷ്യൽ, അതായത് നമുക്ക് റോസ് വാട്ടർ, റോസിൻ്റെ പെർഫ്യൂമൊക്കെ ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബേസാണ് കൂടുതലും കൊണ്ടുപോകാറ്. പിന്നെ ഇത് മിൻറ്റിൻ്റെ ബേസാണ്. പിന്നെ ലാക്ടോ കലാമിൻ ബേസ്. ഇതൊക്കെ നീളത്തിലുള്ള ബാറാണ്. അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇങ്ങനെ നീളത്തിലുള്ള ബാറിനെ കട്ട് ചെയ്യണതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റി, അതായത് ഡബിൾ ഹൈ ക്വാളിറ്റി സോപ്പ് ബേസ് എന്ന് പറയും. ഈ സംഭവം ഭയങ്കര ഉറപ്പുള്ളതും നമുക്ക് സാധാരണ നമുക്ക് സോപ്പ് ബേസിൽ ചേർക്കണേക്കായും ഇരട്ടിയിലധികം നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസാണ്. ഒരുപാട് പേരിപ്പോൾ ഇതാണ് നമുക്ക് ഫേഷ്യൽ ബാർ ഉണ്ടാക്കാൻ, പോലെ ഹെയർ വാഷ് പൗഡർ ഉണ്ടാക്കാനൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള ഈ ഒരു സോപ്പ് ബേസാണ് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഹോൾസെയിലായിട്ടും അതേപോലെ റീറ്റെയിലായിട്ടും 2 തരത്തിലും, ഇപ്പോൾ 1 കിലോ വേണ്ടവർക്കും 1/2 കിലോ വേണ്ടവർക്കും സോപ്പ് ബേസ് അങ്ങനെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 1 കിലോ, 5 കിലോ, 10, ഇപ്പോൾ 25 കിലോൻ്റെ ഒരു ബാഗോ 50 കിലോൻ്റെ ബാഗോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ നിർത്തി വെച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ. അതിപ്പോൾ നമുക്ക് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. അതല്ല നമുക്കത് പിന്നീട് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇത് പപ്പായ ബേസാണ്. അതായത് നമ്മൾ പപ്പായ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ പപ്പായ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. ചില ആൾക്കാർക്ക് പപ്പായ കിട്ടാനില്ല, അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പപ്പായ ബേസ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ സോപ്പ് ബേസിൽ പപ്പായ ഒക്കെ ആഡ് ചെയ്തിട്ട് ചെയ്താലും മതി. പിന്നെ നേരത്തെ കാണിച്ച പച്ച അലോവേരൻ്റെ ബേസാണ്. ഇത് റെഡ് വൈനാണ്. ഇതേപോലെ തന്നെ ചെറിയൊരു കളർ ചേഞ്ചിൽ നമുക്ക് കുങ്കുമാദ്യം വരുന്നുണ്ട്.
പിന്നെ ട്രിപ്പിൾ ബട്ടർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 തരം ബട്ടർ വെച്ചിട്ടുള്ളത്. മിൻറ്റിൻ്റെ ബേസാണ്. പിന്നെ അതേപോലെ കലാമിൻ സോപ്പ് ബേസാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. സോപ്പ് ബേസൊക്കെ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാൽ ഭയങ്കര റിസൾട്ടാണ്. പിന്നെ ഇത് നമുക്ക് പെർഫ്യൂമാണ്, സോപ്പിൽ ചേർക്കുന്ന സോപ്പിൻ്റെ പെർഫ്യൂമുകളാണ്. അത്യാവശ്യം ഒരുപാട് തരം പെർഫ്യൂമുകളുണ്ട്. പിന്നെ കുറച്ച് കളറുകളാണ്, ഒരു 7ഓളം കളറുകൾ. നമുക്ക് 23 മില്ലിൻ്റെ കളറും ഉണ്ട്, 60 മില്ലിൻ്റെ കളറും ഉണ്ട്. തുളസി, ഒരുപാട് പെർഫ്യൂമുകളുണ്ട് കേട്ടോ. അപ്പം അത് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി. ഇത് അലോവേരയാണ്, രാമച്ചം, ഓറഞ്ച്, നീം, തുളസി, കുട്ടിക്കൂറ, ടർമറിക്ക്. ഇത് ഒലീവ് ഓയിലാണ്. അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് നമുക്ക്. വെജിറ്റബിൾ ഗ്ലിസറിൻ. ഇത് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. കുറേ പേര് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നീലാമരി പൗഡർ, നമ്മൾ ഇൻഡിഗോ ലീഫ് പൗഡറാണ്. മൈലാഞ്ചിപ്പൊടി നമുക്ക് നെല്ലിക്കപ്പൊടി ചേർത്തതുമുണ്ട്, നെല്ലിക്കപ്പൊടി ചേർക്കാത്തതുമുണ്ട്. റോസ്മേരി ലീഫാണ് നേരത്തെ കണ്ടത്. ഇത് നമുക്ക് മഞ്ചിഷ്ട പൗഡറാണ്. മഞ്ചിഷ്ട നമുക്ക് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഇത് മഞ്ഞ കളറിലെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. ഇപ്പോൾ വെള്ള കളറിലെ കസ്തൂരി മഞ്ഞൾ നമുക്കിപ്പോൾ വീട്ടിൽ അത് കഴുകി ഉണക്കി ചെറുതായി നുറുക്കി നിഴലത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കാം കേട്ടോ. ഇത് ഹെവി കയ്യോലിൻ പൗഡറാണ്. നേരത്തെ കാണിച്ചത് നമുക്ക് ചാർക്കോൾ പൗഡറാണ് കേട്ടോ. നേരത്തെ ബ്ലാക്ക് കാണിച്ചത്. ഇതൊക്കെ 60 മില്ലിൻ്റെ കളറുകളാണ്. പിന്നെ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ക്യാരറ്റ് ഓയിൽ, നീം ഓയിൽ, അലോവേര ഓയിൽ, അങ്ങനെയുള്ള ഐറ്റംസുകളാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ സോപ്പ് ഉണ്ടാക്കുമ്പോൾ, അലോവേര സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അലോവേരൻ്റെ ജ്യൂസ്, അലോവേര ഓയിൽ. പിന്നെ ഇതൊക്കെ നമുക്ക് ഓരോരോ തരം ക്ലേ പൗഡറുകളാണ്. ഫ്രഞ്ച് റോസ് ക്ലേ, ഗ്രീൻ ക്ലേ, ബ്രസീലിയൻ ക്ലേ, ബ്രസീലിയൻ പിങ്ക് ക്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ക്ലേകളും അതേപോലെ തന്നെ നമുക്ക് ഒറിജിനൽ മഞ്ചിഷ്ട പൗഡറും ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മഞ്ചിഷ്ട പൗഡറാണ് കേട്ടോ. പുറത്തുനിന്ന് നിങ്ങൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മഞ്ചിഷ്ട പൗഡറാണ്. മറ്റേ നമ്മൾ ഈ ചുവന്ന പാക്കറ്റിൽ കാണുന്ന ഒരു പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി എടുക്കുന്നതാണ്. അതായത് നമുക്ക് ഏകദേശം 5 കിലോ ഉണക്കി പൊടിച്ചാൽ നമുക്ക് ഏകദേശം 3.5-3.25 കിലോയിൽ ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മളിത് കഴുകുമ്പോഴൊക്കെ ഇതിൻ്റെ കുറേ പൊടികളും അതിലത്തെ കുറേ പൊടികൾ തന്നെ അതിലുണ്ടാവും. അത് കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ള പൊടികളാണ് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ പൊടികൾ അതിലുണ്ടാവും. നന്നായി കഴുകി ഒരു 4-5 പ്രാവശ്യം കഴുകിയാൽ തന്നെ അതിന് കുറേ സംഭവങ്ങൾ കുറയും. പിന്നെ അത് വെയിലത്തിട്ട് ഉണക്കുമ്പോൾ വീണ്ടും കുറയും. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഒരുപാട് സോപ്പ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സോപ്പുകളൊക്കെ അതിൽ നോക്കിയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടാ. അപ്പോൾ കുറേ പേര് എങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ വീഡിയോ ഇട്ട് തരുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീഡിയോ അതിൽ തന്നെ ഉണ്ട്, അതിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ പിയേഴ്സ് സോപ്പ് മേക്കിങ്ങിൻ്റെ കിറ്റ് അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.